പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം എങ്ങനെ ലഭിക്കും? പരിശുദ്ധാത്മാവ് നമ്മൾ നേടുന്ന ഒന്നല്ല, ദൈവം നമ്മൾക്ക് നൽകുന്ന ദാനമാണ്. ആദ്യം യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തോടെ സ്വീകരിക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമ്മൾക്ക് നൽകുന്നു. രണ്ടാമത് ഹൃദയം തിരുത്തണം. പാപം മനസ്സിലാക്കി ദൈവത്തിന്റെ മുമ്പിൽ വിനയത്തോടെ നിൽക്കണം. ഹൃദയം തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്തേക്ക് വരുന്നു. മൂന്നാമത് പ്രാർത്ഥിച്ച് ചോദിക്കണം. യേശു തന്നെ പറഞ്ഞു, ചോദിക്കുന്നവർക്ക് സ്വർഗ്ഗപിതാവ് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന്. സത്യസന്ധമായ ലളിതമായ പ്രാർത്ഥന മതി. നാലാമത് ദൈവത്തിനോട് സമർപ്പിതരാകണം. പൂർണ്ണത വേണ്ട, സന്നദ്ധത മതി. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കൈകളിൽ വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അഞ്ചാമത് വിശ്വാസത്തോടെ കാത്തിരിക്കണം. ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. ദൈവത്തിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നു. അവസാനം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജീവിതം മാറുന്നു. ഭയം സമാധാനമാകുന്നു, ദുർബലത ശക്തിയാകുന്നു, കുഴപ്പം ദിശയാകുന്നു. അവൻ ശബ്ദത്തോടെ വന്നേക്കണമെന്നില്ല, പക്ഷേ നമ്മളെ അകത്തുനിന്ന് മാറ്റിത്തുടങ്ങും. ലളിതമായ പ്രാർത്ഥന. കർത്താവായ യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയം നിനക്കായി തുറക്കുന്നു. എന്റെ പാപങ്ങൾ ക്ഷമിക്കണം. എന്നെ നിന്റെ പരിശുദ്ധാത്മാവാൽ നിറക്കണം. എന്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു. എന്നെ നയിക്കണമേ. ആമേൻ.